ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധം ആഗോള ഊർജ്ജ വിപണികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എണ്ണ ഗതാഗതം വരും ആഴ്ചകളിൽ പൂർണ്ണമായും നിലച്ചേക്കാമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ രാജ്യങ്ങൾ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരുമായി ദീർഘകാല ഊർജ്ജ സഹകരണം പുനഃസ്ഥാപിക്കാൻ റഷ്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപൂർവ്വ ദേശത്തെ സ്ഥിതി ആഗോള വിതരണത്തെ തടസ്സപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നും പ്രതിസന്ധി എണ്ണവില കുത്തനെ ഉയർത്തുകയും വിശാലമായ സാമ്പത്തിക താൽപര്യത്തിന് ഭീഷണിയാകുകയും ചെയ്തിട്ടുണ്ടെന്നും റഷ്യയിലെ പ്രമുഖ എണ്ണ വാതക കമ്പനികളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായും നടത്തിയ ടെലിവിഷൻ കൂടിക്കാഴ്ചയിൽ പുടിൻ പറഞ്ഞു. ഒരു ദിവസം മുൻപ് എണ്ണവില ബാരലിന് $100 കടന്ന് 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. യുദ്ധം മൂലം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്നാണ് ഈ കുതിച്ചുചാട്ടം. ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും വിതരണത്തിന്റെ ഏകദേശം 1/5 ഭാഗവും മേഖലയിലൂടെയാണ് നടക്കുന്നത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ആഗോള ഊർജ്ജ വിപണികളിൽ ഗുരുതരമായ തടസ്സങ്ങൾക്ക് കാരണമാകുമെന്ന് റഷ്യ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പുടിൻ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന എണ്ണ ഉൽപാദനം അടുത്ത ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിലയ്ക്കാൻ സാധ്യതയുണ്ടെന്നും സംഭരണികൾ എണ്ണ കൊണ്ട് നിറയുകയാണെന്നും പുടിൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതിക്കാരായ റഷ്യയ്ക്ക് നിലവിലെ വിപണി സാഹചര്യങ്ങളുടെ നേട്ടം കൈവരിക്കാനാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോസ്കോയിലെ ഊർജ്ജ കമ്പനികൾ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്ന് റഷ്യൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ ദീർഘകാല സഹകരണം പുനഃസ്ഥാപിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരുമായി ഊർജ്ജബന്ധം പുനഃസ്ഥാപിക്കാൻ റഷ്യ തയ്യാറാകുമെന്നും പുടിൻ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ യൂറോപ്യൻ യൂണിയനും G7 ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സർക്കാരുകൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും റഷ്യൻ ഊർജ്ജ വിതരണത്തിലുള്ള ആശ്രയത്വം കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മുൻപ് യൂറോപ്പ് റഷ്യയുടെ ഏറ്റവും ലാഭകരമായ വിപണികളിൽ ഒന്നായിരുന്നു. അതേസമയം ഒരു തരത്തിലും അയയാതെ 11ാം ദിവസവും അതേപടി തന്നെ തുടരുകയാണ് പശ്ചിമേഷ്യൻ യുദ്ധം. ഇറാനെതിരായ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രതീക്ഷയോടെയാണ് ലോകം കേട്ടത്. എന്നാൽ ഈ അവകാശവാദത്തിന് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു. യുദ്ധത്തിന്റെ അവസാനം തങ്ങൾ നിർണ്ണയിക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരിച്ചടിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇനിയും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ മേഖലയിൽ നിന്നും 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് IRGC വക്താവ് അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണയുമായി പോകുന്ന ടാങ്കറുകൾക്ക് US നാവികസേന സുരക്ഷയൊരുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കടലിടുക്കിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ലെന്നാണ് ഇറാൻ തറപ്പിച്ച് പറയുന്നത്. യുദ്ധം 2 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും ആശങ്ക ഉയരുകയാണ്. ഈ സംഘർഷം ഇനിയും നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇന്ധനവില കുത്തനെ ഉയരുമെന്നും ഇത് ആഗോള സാമ്പത്തിക വളർച്ചയിലും സാധനങ്ങളുടെ വിലയിലും പ്രകടമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഘട്ടത്തിൽ 1 ബാരൽ ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് വരെ ഉയർന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കോവിഡിന് ശേഷം വരുന്ന ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത്. സംഘർഷത്തിന്റെ സാമ്പത്തിക ആഘാതം പ്രധാനമായും ആശ്രയിക്കുന്നത് യുദ്ധം എത്ര കാലം നീളും എന്നതിലാണ്. ഇപ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്ക് വഴി നടക്കുന്ന എണ്ണവാതക കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. ലോകത്തെ വലിയൊരു വിഹിതം എണ്ണ വിതരണം ഈ കടലിടുക്കിലൂടെ നടക്കുന്നതിനാൽ തടസ്സം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വിപണികൾക്ക് വലിയ ആഘാതമുണ്ടാകും. എണ്ണവില ഉയരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമേൽപ്പിക്കുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.